മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ഇന്ന് പൊതുദർശനത്തിന് തിരുവനന്തപുരം ദർബാർ ഹാളിൽ 9 മണി മുതൽ ജനസാഗരങ്ങളാണ് സഖാവിനെ ഒരു നോക്കു കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയുണ്ടാകും. 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണവും ഉണ്ടാകും. തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വി.എസിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ പൊതുവിലും ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകിച്ചും ചരിത്രത്തിന്റെ ശ്രദ്ധേയമായ പരിച്ഛേദമാണ് സഖാവ് വി.എസിന്റെ ജീവിതം. ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു സഖാവ് വി.എസ്. പ്രതിസന്ധികളിൽ ഉലയാതെ സർക്കാരിനെ നയിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ചു. നിയമനിർമ്മാണ കാര്യങ്ങളിലും തന്റേതായ സംഭാവനകൾ നൽകി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തനതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് വി.എസ്. സഖാവ് വി.എസിന്റെ നിര്യാണം പാർട്ടിയെയും നാടിനെയും സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രി ഡോക്ടർ ആർ. ബിന്ദുവും അനുശോചനം രേഖപ്പെടുത്തി. മണ്ണിൽ അധ്വാനിക്കുന്ന ജനതയുടെയാകെ വികാരവായ്പായിരുന്ന പോരാളിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും മാനവ വിമോചന പോരാട്ടത്തിന്റെ പാതയിലുമുള്ള ഏവർക്കും കണ്ണും കരളുമായി പതിറ്റാണ്ടുകൾ നിലകൊണ്ട വിപ്ലവ സൂര്യനാണ് അണഞ്ഞിരിക്കുന്നതെന്നും മന്ത്രി ഡോക്ടർ ആർ. ബിന്ദു അനുശോചനം രേഖപ്പെടുത്തി. വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മന്ത്രി വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനകീയനായി വി.എസ്. നിറഞ്ഞുനിന്നുവെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് തന്നെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ബന്ധുക്കളുടെയും സഖാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.